രണ്ടാമത്തെ വിഷയം പാമ്പുകൾ പാൽ കുടിക്കുന്നു എന്നതാണ്. ഈ പ്രത്യേക ഐതിഹ്യവും പരമശിവനും ശിവലിംഗവുമായും അടുത്ത ബന്ധമുള്ളതാണ്. നിങ്ങളൊരു ശിവലിംഗം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനു മുകളിലൊരു സർപ്പക്കുട നിങ്ങൾക്ക് നിരീക്ഷിക്കുവാനാകും. സാധാരണയായി ഹൈന്ദവ സംസ്കാരത്തിൽ ശിവലിംഗത്തിന് പാൽ അഭിഷേകം നടത്തുന്നത് ഒരു ആരാധനാ മാർഗമാണ്. അതുപോലെ പലരും ശിവലിംഗത്തെ ഒരു യഥാർത്ഥ നാഗവുമായി ബന്ധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്രകാരം ശിവനെ തന്നെ ആരാധിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. അതിനാൽ എല്ലാ നാഗപഞ്ചമിയിലും നാഗങ്ങൾക്ക് പാൽ കൊടുക്കുന്നു. സാധാരണയായി ഭാരതത്തിൽ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും പാൽ കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ നാഗങ്ങൾക്കതിൽ വിമുഖതയുണ്ട്. നാഗങ്ങളുടെ പാൽ കുടിക്കലിൻ്റെ വസ്തുത മറ്റൊന്നാണ്. അതിൻ്റെ നിർവചനത്തിൽ തന്നെ അരോചകതയുണ്ട്. സസ്തനികൾ ഉള്ളതും ജന്മം നൽകിയ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ മുലയൂട്ടുന്നതുമായ ജീവികളാണ്. മറുവശത്ത് പാമ്പുകൾ മുട്ടയിടുന്ന ഉരകങ്ങളാണ്. അതിനാൽ സസ്തനികൾക്ക് പാലുമായുള്ള ബന്ധം പൂർണ്ണമായും സവിശേഷമാകുന്നു. പാമ്പുകളുടെ ശരീരത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും ദഹിക്കാൻ ആവശ്യമായ ദഹനദ്രാവകങ്ങൾ ഒന്നും തന്നെ വികസിപ്പിക്കുന്നില്ല. അതേ പാൽ പാമ്പിൻ്റെ ശരീരത്തിന് വിഷമായി പ്രവർത്തിക്കുന്നു. കാരണം അതൊരിക്കലും ദഹിപ്പിക്കാൻ കഴിയില്ല. ഇത് അജീർണത്തിനും അണുബാധയ്ക്കും കാരണമാകുന്നു. പാമ്പ് പാൽ കുടിച്ചാൽ രക്ഷപ്പെടില്ല. ആഴ്ചകളോളം പാമ്പ് മന്ത്രവാദികൾ അവയെ ക്രൂരമായി നിർജ്ജലീകരണം ചെയ്യുകയും ഒടുവിൽ അവ അടുത്തുള്ള ഏത് ദ്രാവകവും കുടിക്കുകയും ചെയ്യും.